പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഒരു വചനം വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സംഖ്യാപുസ്തകം 35 അധ്യായം 34 വാക്യത്തിലൂടെ ദൈവം ഇസ്രായേൽ ജനത്തോട് അരുളി ചെയ്യുന്ന വാക്യങ്ങൾ നമുക്കും ഏറ്റെടുക്കാം. പുതിയ നിയമ ഇസ്രായേൽ ജനതയായ നാം ഓരോരുത്തരും കർത്താവിനെ സ്വീകരിക്കുന്ന വഴിയായ അബ്രാഹാമിന്റെ മക്കളായി തീരുകയും ദൈവത്തിന് പ്രിയപ്പെട്ടവരുമായി തീർന്നപ്പോൾ ഈ വചനം നമുക്ക് ഏറ്റവും യോജ്യമാണ്. ഇപ്രകാരം അരുളി ചെയ്യുകയാണ്: ഇസ്രായേലിന്റെ ദൈവം ആ ജനത്തെ കരുതുന്ന ഏറ്റവും വലിയ കരുതലായിട്ട് ഈ വചനത്തെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ അധിവസിക്കുന്ന നിങ്ങളുടെ വാസസ്ഥലമായ നിങ്ങൾ വസിക്കുന്ന ദേശം അശുദ്ധമാക്കരുത്. ഇസ്രായേൽ മക്കളുടെ മധ്യേ ദൈവമായി ഞാൻ അധിവസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മോട് കൂടെ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ലേഖനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, ദൈവം വസിക്കുന്ന ആലയമാണ് നമ്മൾ. കർത്താവ് എപ്പോഴും ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ആഗ്രഹമാണ്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുക. കർത്താവ് നമ്മിൽ വസിക്കുന്നത് കൊണ്ട് നാം എപ്പോഴും വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുക. നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യേ വസിക്കുന്നുണ്ടെന്നുള്ള ഉറപ്പ് നമുക്ക് സംരക്ഷണമാണ്. രോഗങ്ങളിൽ നിന്നും, ഭാരങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നുമെല്ലാം. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഉള്ളങ്ങളിൽ വസിക്കുന്ന നമ്മുടെ കർത്താവിനെ നാം ആരാധിക്കുന്നവരായി മാറുക. എന്നാലോ നാം ബലഹീനരും പാപികളുമായതുകൊണ്ട് എപ്പോഴും നമ്മൾ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുക: കർത്താവേ, നിന്റെ രക്തം കൊണ്ട് എന്നെ കഴുകി ശുദ്ധി ചെയ്യണമേ. ഞാൻ വിശ്വസിക്കുന്നു നീ എന്നിൽ വസിക്കുവാൻ വേണ്ടി സ്വർഗം ചായിച്ചിറങ്ങി വന്നു എന്ന്. ഞാൻ വിശ്വസിക്കുന്നു നിന്റെ ക്രൂശിന്റെ അരികെ വന്നതുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു എന്ന്. കർത്താവേ, നീ എൻ്റെ ഉള്ളിലുള്ളത് കണ്ടുകൊണ്ട്, നീ എന്നിൽ അധിവസിക്കുന്നത് കണ്ടുകൊണ്ട് നിന്നെ ആരാധിപ്പാൻ എന്നെ യോഗ്യനാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ഞങ്ങളുടെ കർത്താവും ദൈവമായവനെ, ഞങ്ങളുടെ ഉള്ളങ്ങളിൽ വസിക്കുന്ന ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾ വാഴ്ത്തുകയും സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വീകരിക്കുകയും ചെയ്യുന്നു. അറിഞ്ഞുകൊണ്ടും അറിയാതെയും ഞങ്ങൾ ചെയ്തു പോയ ചെറുതും വലുതുമായ പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുത്ത് ഞങ്ങളെ ശുദ്ധി ചെയ്യണമേ. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്ന് അടുപ്പിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളുടെ അശുദ്ധികളും ഞങ്ങളുടെ തിന്മകളും ഞങ്ങളുടെ രോഗങ്ങളും എല്ലാം കർത്താവ് എടുത്തു മാറ്റണമേ. ഇന്ന് ഞങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ ദിവസമാകണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന് ഉത്തരം തരണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവകൃപ വ്യാപരിക്കണമേ. സ്വർഗസ്ഥനായ ദൈവത്തിന്റെ വെളിച്ചം വരണമേ. ഞങ്ങൾ അനുഗ്രഹീതരാകണമേ. ഞങ്ങളോട് കൂടെയിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ ആരാധിക്കുന്നു, ദൈവത്തെ മഹത്വീകരിക്കുന്നു. ഞങ്ങളുടെ പ്രയാസങ്ങളും വേദനകളും ആവശ്യങ്ങളും എല്ലാം യേശുവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ദൈവമേ, ലോകം മുഴുവനുമുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ അങ്ങയുടെ അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിനെ ആമീൻ.